ഹായ് എവ്രി വൺ. അന്നേരം ഫംഗ്ഷൻസിന്റെയും ഇൻഇക്വാലിറ്റീസിന്റെയും ജെയുടെ കംപ്ലീറ്റ് പാർട്സ് കവർ ചെയ്തതിന്റെ ഫോർത്ത് പാർട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും ഫസ്റ്റ് സെക്കൻഡും തേർഡും പാർട്സ് കവർ ചെയ്യുമെന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ ലോഗരിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എന്നിട്ട് മാത്രം ഇത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുതിരയുടെ മെത്തേഡും കഴുതയുടെ മെത്തേഡും ഒക്കെ പഠിച്ചില്ലേ? എല്ലാവരും അതൊക്കെ റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലൊക്കെ കൂടെ കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ, ലോഗരിതത്തിന്റെ ഗ്രാഫിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ലോഗരിതത്തിന്റെ ഗ്രാഫ് വിത്ത് ബേസ് ഇ വരുവാണെങ്കിൽ ആദ്യം നമുക്ക് y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ, ഇതെല്ലാവർക്കും തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ്, എക്സ് 0 ആകുമ്പോഴത്തേക്കും y ഇവിടെ 1 ആയിട്ട് വരും. ഇനി നമ്മൾ y ഇസ് ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് എങ്ങനെ പോകുന്നത്? 45 ഡിഗ്രി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകത്തില്ലേ? y ഇസ് ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ പോകും. ഇതിന് സിമെട്രിക് ആയിട്ട് തന്നെയായിരിക്കും y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സിന്റെ y ഇസ് ഈക്വൽ ടു ലോഗ് എക്സിന്റെ ഗ്രാഫ്. സിമെട്രിക്കൽ ആയിട്ട് വിത്ത് y ഇസ് ഈക്വൽ ടു എക്സ്, y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സിന് സിമെട്രിക്കൽ ആയിട്ടായിരിക്കും y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ഇ പോകും. ഓക്കെ, ലോഗ് എക്സ് ടു ദ ബേസ് ഇ. അതായത് ഇത് ഏത് പോയിന്റ് ആയിരിക്കും? എക്സ് 1 ആകുമ്പോൾ y എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? കാരണം ഇ റേസ് ടു ഏത് നമ്പർ ആണ്? ഇതിന്റെ മീനിങ് എന്താണ്? ഇ റേസ് ടു ഏത് നമ്പർ ആണ് 1 വരുന്നതെന്നല്ലേ? ലോഗ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ഏത് നമ്പർ ആണ് 1. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ഗ്രാഫ്സ് ആണ്. ഇത് y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ഇ, ഇത് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സിന്റെ ഗ്രാഫ്. ഇത് രണ്ടും y ഇസ് ഈക്വൽ ടു എക്സിന് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിട്ട് വരുമെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഗ്രാഫ് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് റേഞ്ചും ഡൊമൈനും എന്താണെന്ന് അറിയാലോ. നമ്മൾ ഗ്രാഫ് അനുസരിച്ച് റേഞ്ചും ഡൊമൈൻ എന്താണ്? എക്സ് ആക്സിസ് എങ്ങനെ നീളുന്നു അതാണ് ഡൊമൈൻ, വൈ ആക്സിസ് എങ്ങനെ നീളുന്നു അതാണ് റേഞ്ച് എന്ന് എല്ലാവർക്കും അറിയാലോ. ഈ കാര്യം നമ്മൾ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം നമ്മൾ പ്രീവിയസ്ലി കണ്ടത് ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഇ അല്ലേ? അത് നമ്മൾ കണ്ടായിരുന്നു, എങ്ങനെയാ വരുന്നതെന്നൊക്കെ കണ്ടായിരുന്നു. ഇനി ലോഗ് എക്സിന്റെ ഗ്രാഫ് ഇൻ ജനറൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ഇതായിരിക്കും എപ്പോഴും log of x to the base a where a is greater than 1. e എന്ന് പറയുന്ന 2.7 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ? അപ്പൊ log x to the base ഇയുടെ ഗ്രാഫും ഇത് തന്നെയായിരിക്കും. ഇത് ഏതായിരിക്കും? പോയിന്റ് 1,0 തന്നെ ആയിരിക്കും ഇതും കടന്നു പോകുന്നത്. ഇതാണ് log x to the base a where a is greater than 1ന്റെ ഗ്രാഫ്. ഇത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും തോറും, എക്സ് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും തോറും വൈയുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഗ്രാഫിനെ പറയുന്നതാണ് ഇൻക്രീസിംഗ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ y ഇസ് ഈക്വൽ ടു log x to the base a എന്ന് പറയുന്ന ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈയുടെ എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ വൈയുടെ വാല്യൂവും അതിന് ഈക്വൽ ആയിട്ട് തന്നെ കൂടുന്ന ഒരു സാധനത്തെയാണ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതേ ഗ്രാഫ് തന്നെ ഒന്നും കൂടെ വരയ്ക്കുകയാണെങ്കിൽ, ഇതേ ഗ്രാഫ് തന്നെ ഞാനിപ്പോ ഇത് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുന്നെന്ന് വെച്ചോ. ഇത് എപ്പോഴാ വരുന്നതെന്ന് അറിയാവോ? ഇതും നമുക്ക് 1,0 തന്നെ ആയിരിക്കും പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡിക്രീസിങ് ഗ്രാഫ് അല്ലേ? ഇതും log x to the base എയുടെ ഗ്രാഫ് ആണ്, വേർ a lies between 0 and 1. 0യ്ക്കും 1നും ഇടയ്ക്ക് a വരുമ്പോഴത്തേക്കും ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ കൂടുന്നതനുസരിച്ച് വൈ വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക അല്ലെ? വൈ കൂടുതൽ നെഗറ്റീവ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക. സോ ഓർത്ത് വെക്കുക, വെൻ a ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ log x to the base എയുടെ ഗ്രാഫ് ഇങ്ങനെ വരും. വെൻ a ലെസ് ദാൻ 1 ആണെങ്കിൽ log x to the base എയുടെ ഗ്രാഫ് ഇങ്ങനെ വരും. രണ്ടും പാസ് ചെയ്യുന്ന 1,0 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഗ്രാഫ്സ് ആണത്. ലോഗരിതത്തിനെ കുറിച്ച്, ഈ ബേസിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലോഗരിതത്തിന്റെ പാർട്ട് കവർ ചെയ്താത്തവർ അത് നന്നായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഗരിതത്തിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് y ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് x square minus 4 by x to the base 8 is defined when എന്ന് പറഞ്ഞാൽ for what values of x, അതായത് ഡൊമൈൻ ആണ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ആർഗ്യുമെന്റ് ഓഫ് എ ലോഗിന്റെ പ്രത്യേകത, അതായത് x square മൈനസ് ഇത് 4 by x അല്ലെ, ഇത് 8 by x ആണ് ചോദ്യം. x square മൈനസ് 8 by x. ഓക്കെ, x square മൈനസ് 8 by x എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണമല്ലോ. കാരണം ആർഗ്യുമെന്റ് ഓഫ് എ ലോഗരിതം ഷുഡ് ബി
ഗ്രേറ്റർ ദാൻ 0 എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ. ഈ എക്സ് ക്യൂബ് മൈനസ് 8നെ നമുക്ക് എ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് എന്ന് എഴുതാലോ, ഡിവൈഡഡ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 0. എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ഫാക്ടറൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണെന്ന് എഴുതാം അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് എന്താണ്? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ ബി, അതായത് എ എന്ന് പറയുന്ന എക്സ് എന്ന് വരും, ബി എന്ന് പറയുന്ന 2 എന്ന് വരും, അതായത് 2x എന്ന് പറയും, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന 4 എന്ന് വരും, ഡിവൈഡഡ് ബൈ എക്സ്. ഇത് ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ നമുക്ക് വരാൻ പോകുന്നത്, ശരിയല്ലേ? സോ ഇതിന് നമ്മൾക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ഡിവൈഡഡ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണോ? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ല. ഇതിനെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതിനെ നമുക്ക് ഡിസ്ക്രിമിനന്റ് എടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് അല്ലേ. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. അതായത് ഇത് ഗ്രേറ്റർ ദാൻ 0, ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. അന്നേരം നമ്മൾ പിന്നീട് എന്താ കൺസിഡർ ചെയ്യേണ്ടത്? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രം കൺസിഡർ ചെയ്യാൻ പോരെ. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി വരുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി പഠിച്ചതല്ലേ. എന്താ ചെയ്യുക? ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്, ഇതിന്റെ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണ്. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പോസിറ്റീവും ആണെങ്കിൽ ഇത് ഓൾ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സും വർക്ക് ചെയ്യാം. 2ഉം 0 അല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്? മൈനസ് ഇൻഫിനിറ്റി ടു 0 എടുക്കാൻ പറ്റുമോ? പറ്റില്ല, ഡിനോമിനേറ്റർ 0 ആയപ്പോൾ. യൂണിയൻ 2 ടു ഇൻഫിനിറ്റി എന്ന് വരും നമുക്ക് വേണ്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ടോ? ലോഗരിതത്തിന്റെ അകത്ത് നമ്മുടെ ഇൻഇക്വാലിറ്റിയുടെ കോൺസെപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. യെസ്, അങ്ങനത്തെ ഒരു ചോദ്യം. അടുത്തത് y is equal to log of x minus 4 to the base x minus 2 is defined when? Is defined when എന്ന് പറഞ്ഞാൽ set of values of x for which it is defined. അങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഡിനോമിനേറ്റർ 1, ഐ മീൻ ബേസ് ഓഫ് എ ലോഗ് 1 ആകാൻ പറ്റില്ല, ബേസ് ഓഫ് എ ലോഗ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് വരും. ആൻഡ് നമുക്കറിയാം ലോഗരിതത്തിന്റെ ആർഗ്യുമെന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 4. എക്സ് ഗ്രേറ്റർ ദാൻ 2ഉം എക്സ് ഗ്രേറ്റർ ദാൻ 4ഉം അറ്റ് ദ സെയിം ടൈം രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ വരുന്ന 2ഉം 4 ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് പോകുന്നു, രണ്ടിന്റെയും കൂടെ ആൻഡ് എന്ന് പറഞ്ഞ ഇന്റർസെക്ഷൻ അല്ലേ വരുന്നത്. അതായത് നമ്മൾക്ക് എവിടെ നിന്ന് വരും? 4 ടു ഇൻഫിനിറ്റി വരെ എക്സ് ബിലോങ്സ് ടു എന്ന് വരും. സോ സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 4 ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, ഫെയർ എനഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: എക്സ് ഇൻറ്റു 2 റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു എക്സ് മൈനസ് 9 ഇൻറ്റു എക്സ് മൈനസ് 3 ലെസ് ദാൻ 0. ഇതിന്റെ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ടേണിംഗ് പോയിന്റ് എന്താണ്? 0. ഇതിന്റെ ടേണിംഗ് പോയിന്റ് എന്താണ്? ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദിസ് ഹോൾ തിങ് ബിക്കം 0. അത് എപ്പോഴാ വരുന്നത്? ഇത് 1 ആയാലല്ലേ ഹോൾ തിങ് 0 വരുന്നത്. അത് എപ്പോഴാണ് പറ്റുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ടേണിംഗ് പോയിന്റ് ഇവിടെയും 0 ആണ്. കാരണം 2 റേസ് ടു 0 ആണ് 1. 1 വന്നു കഴിഞ്ഞാലേ 1 മൈനസ് 1 0 ആവത്തുള്ളൂ. അതേപോലെ ഇവിടെ ടേണിംഗ് പോയിന്റ് എന്താണ്? ഇത് കംപ്ലീറ്റ്ലി 0 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വേണം? എക്സിന്റെ വാല്യൂ 2 വേണം. അതായത് ടേണിംഗ് പോയിന്റ് 2 ആണ് ഇവിടെ. ഇവിടെ എന്താണ് ടേണിംഗ് പോയിന്റ്? 3. ഫോർ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദിസ് ഫാക്ടർ ഷുഡ് ബിക്കം 0. അത് 3 ആണ്. ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദിസ് ഫാക്ടർ ബിക്കം 0 ഇസ് 2. കാരണം 3 റേസ് ടു 2 ആണ് 9. 9 മൈനസ് 9 ആണ് 0. അതായത് എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആയാലേ പറ്റത്തുള്ളൂ. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആയാലേ പറ്റത്തുള്ളൂ. കാര്യം പിടിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻ. 0 ഉണ്ട്, ക്രിട്ടിക്കൽ പോയിന്റ് 0 ഉണ്ട്, ക്രിട്ടിക്കൽ പോയിന്റ് 2 ഉണ്ട്, ക്രിട്ടിക്കൽ പോയിന്റ് 3 ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പോസിറ്റീവിൽ തുടങ്ങും അല്ലെ. സോ പോസിറ്റീവിൽ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, വേവി കർവ് ഇങ്ങനെ വരും. ഇനി 2ൽ എത്തുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവിലേക്ക് പോകും.
ഇനി സീറോയിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സീറോ എത്ര തവണ വരുന്നുണ്ട്? സീറോ ഇവിടെ ഒരു തവണയല്ല 2 തവണ വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് സിമിലർ ടു ഈവൻ പവർ എന്ന് നിങ്ങൾ ഓർക്കുക. അതായത് ഇവിടെ വന്നിട്ട് വീണ്ടും ബൗൺസ് ചെയ്യുമെന്ന് ഓർക്കുക. കാരണം സീറോയ്ക്ക് 2 തവണ റൂട്ട് ടേണിംഗ് പോയിന്റ് 0 ആയിട്ട് 2 തവണ വരുന്നത് കൊണ്ട് അത് ഈക്വലൻ ടു ഹാവിംഗ് എൻ ഈവൻ പവർ വരുമെന്ന് ഓർക്കുക. ഓക്കെ, അതായത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. ഇവിടെ ലെസ് ദാൻ 0 വരുന്ന കേസുകൾ എവിടെയാണ്? എക്സ് ബിലോങ്സ് ടു 2 അപ് ടു 3. ഇതായിരിക്കണം നമ്മുടെ എക്സിന്റെ വാല്യൂസ്. എക്സ് ബിലോങ്സ് ടു 2 to 3. കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചു. ഇവിടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് മനസ്സിലാക്കി. ഈ ഫാക്ടറിനെ കംപ്ലീറ്റ്ലി സീറോ ആക്കുന്ന എക്സ് വാല്യൂ, അതേപോലെ തന്നെ ഈ ഫാക്ടറിനെയും കംപ്ലീറ്റ്ലി സീറോ ആക്കുന്ന എക്സ് വാല്യൂ. പിന്നെ ഒരു കാര്യം പഠിച്ചു, 2 തവണ സീറോ ടേണിംഗ് പോയിന്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും. എന്താ അറിയാൻ സാധിക്കുന്നത്? ഇത് ഈവൻ പവറിന് ഈക്വലന്റ് ആണ്. നമ്മൾ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യോ അതേപോലെ തന്നെ ഇവിടെയും ട്രീറ്റ് ചെയ്യണം. സീറോയിൽ നിന്ന് ബൗൺസ് ചെയ്ത് തിരിച്ചു വരും എന്ന് ഓർക്കുക. ഓക്കെ, ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഓരോന്നും പഠിച്ചു പോവുകയാണ്. ഓക്കെ, നമുക്ക് നമുക്ക് അന്നേരം അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0. മോഡുലസ് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ദ ഹോൾ തിങ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. പിന്നെ നമുക്കറിയാം ഇതെന്താണ്? ഇത് ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4 ഈസ് നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആയിട്ട് ഇത് ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാം. സോ ഇതിന്റെ ഒരു അനാലിസിസ് മാത്രമാണ്. അന്നേരം നമുക്ക് ഇതിനെ എങ്ങനെ തന്നെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുന്നതിന് സെയിം ആണ്. കാരണം എന്താണ്? ഇത് പോസിറ്റീവ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം പിടികിട്ടുക. ഓക്കെ, ഇത് മാത്രമേ ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഓർക്കുന്നുള്ളൂ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ കുറച്ച് അനാലിസിസുകളാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x എന്ന് വന്നു കഴിഞ്ഞാൽ ഈ മോഡുലസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് സെയിം ആസ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 2x. ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസിന്റെ അകത്ത് പോസിറ്റീവ് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു വരുമല്ലോ. അത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. divided by modulus of 2x എന്ന് എഴുതാം. This is same as x square plus 1 divided by modulus of 2 into modulus of x. അതായത് 2 mod x എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെയൊക്കെ എഴുതാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേറൊരു കാര്യം എന്താ, ഇപ്പൊ മോഡുലസ് ഓഫ് -3 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? 3 എന്ന് എഴുതുന്നതിന് പകരം ആക്ച്വലി എന്താ പറയുന്നത്? മൈനസ് ഓഫ് -3 വിച്ച് ഇസ് +3 വരുന്നത്. കാരണം എന്താണ്? മോഡുലസിന്റെ ഉള്ളിലുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കുമെന്ന് ഓർക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണും, മോഡുലസ് ഓഫ് എക്സ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ മോഡുലസ് അങ്ങനെ മാറ്റാം. കാരണം എന്താ? മോഡുലസ് ഓഫ് എക്സ് തന്നെ ഓൾറെഡി പോസിറ്റീവ് ആക്കും. പിന്നെ ഇതിനെ ഈ ഔട്ടർ മോഡുലസിന് ഒരു റോളും ഇല്ല. അതുകൊണ്ട് ഇത് മോഡുലസ് ഓഫ് എക്സിന് ഇക്വലന്റ് ആണെന്ന് എല്ലാവരും ഓർത്തു വെക്കുക. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, ഗ്രേറ്റ്. ഇപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. എന്താ ചെയ്യുന്നത്? നമ്മളൊരു കുതിരയെ എടുക്കുക. കുതിര ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്, മോഡുലസ് ഓഫ് എക്സിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? 0 തന്നെയല്ലേ? അതിൽ നിന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് 3 ലെങ്ത് ഉള്ള ഒരു റോപ്പ് എടുക്കുക. അത് റൈറ്റ് സൈഡിലേക്കും പോകാം, ലെഫ്റ്റ് സൈഡിലേക്കും പോകാം. ഇത് കാരണം എന്താണ്? ഇത് കുതിരയാണ്, കഴുതയല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ റേഞ്ച് ഇൻ വിച്ച് കുതിരയ്ക്ക് ഗ്രാസ് തിന്നാൻ പറ്റുന്ന റേഞ്ച്. അതായത് ഈ ഒരു റേഞ്ചിൽ എവിടെ വേണമെങ്കിലും പറ്റാം. അതായത് എക്സിന്റെ വാല്യൂ എത്രയാണ്? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x. -3ക്കും 3ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂയിലും എത്താമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ ഇങ്ങനെ എഴുതിയെങ്കിൽ, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതിയെങ്കിൽ, നിങ്ങളിപ്പോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എന്താ എഴുതാൻ പറ്റുന്നത്? ഇപ്പൊ ലെറ്റ്സ് സേ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് ഇങ്ങനെ ചിന്തിച്ചൂടെ?
ഇതിനെ ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാമല്ലോ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതാം. കാരണം ഇതിനെ ഇങ്ങനെ എത്താമെങ്കിൽ ഇതിനെ ഇങ്ങനെയും ആക്കാമല്ലോ. അങ്ങനെ ഒരു ചിന്തയും നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചേക്കണം. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ, അതായത് എക്സ് -3ക്കും 3ക്കും ഇടയ്ക്ക് വരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു -3ക്കും 3ക്കും ഇടയ്ക്കാണെങ്കിൽ അതിന്റെ അർത്ഥം തിരിച്ചു ആവാമല്ലോ. മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നും ആകാമല്ലോ. ആ ഒരു തോട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ചോദ്യത്തിലൂടെ ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്പർ ലൈൻ വരയ്ക്കും. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 1 അല്ലേ? ഇതിനെ 1 അല്ലേ? അതിൽ നിന്ന് 2 ഡിസ്റ്റൻസ് അപ്പുറത്ത് 3 വരും, 1ൽ നിന്ന് 2 ഡിസ്റ്റൻസ് ഇപ്പുറത്ത് -1 വരും അല്ലെ? അന്നേരം എക്സ് ഇവിടെ കുതിരയെ വെച്ച് കഴിഞ്ഞാൽ കുതിരയ്ക്ക് ഇവിടെ വരെയും പോവാം, ഇവിടെ വരെയും പോവാം. ഏത് റീജിയനിലാണ്? എക്സ് ബിലോങ്സ് ടു -1 to 3 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഫെയർ എനഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഇതാണ്. ചോദ്യം എങ്ങനെയാണെങ്കിൽ 2 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് മോഡുലസിന്റെ കേസിലല്ലേ, മോഡുലസ് ഓഫ് എക്സ് 2നും 4നും ഇടയ്ക്ക് വരുമെങ്കിൽ നമ്മൾ എന്ത് പറ്റും? രണ്ട് നമ്പറുകളുടെ ഇടയ്ക്കുള്ള ഒരു വാല്യൂസിനെ കുറിച്ചാണ് സംഭവിക്കുന്നത്. ഇവിടെയും നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യുക 0. ഇവിടെ 4ഉം 2ഉം വരുന്നതുകൊണ്ട് ആദ്യം 2 മാർക്ക് ചെയ്യുക, 4 മാർക്ക് ചെയ്യുക. പിന്നെ ഇപ്പുറത്തെ സൈഡിലും അതേ നമ്പർ തന്നെ പറ്റുമല്ലോ, അതായത് -2ഉം -4ഉം അങ്ങ് മാർക്ക് ചെയ്യാം. ഇതിന് ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ടുള്ള റീജിയൻ ആണെന്ന് ഓർക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ടുള്ള റീജിയൻ, അതായത് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എവിടെ വരും? -4 to -2. ഓക്കെ, -4 to -2 യൂണിയൻ 2 to 4 എന്ന് വരിക. കാര്യം പിടിയില്ലോ. കാരണം നേരത്തെ പോലെ ഒറ്റ റോപ്പ് അല്ല, ഇവിടെ 2 റോപ്പ് എടുക്കുമെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനത്തെ ഒരു രീതിയിൽ ഓർത്താൽ മതി. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് പറ്റും? ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യും. ക്രിട്ടിക്കൽ പോയിന്റ് 1 ആണ്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 2 ഡിസ്റ്റൻസ്, 1ൽ നിന്ന് 2 ഡിസ്റ്റൻസ് അപ്പുറത്തും 3 ഡിസ്റ്റൻസ് അപ്പുറത്തും. 1ൽ നിന്ന് 2 ഡിസ്റ്റൻസ് അപ്പുറത്ത് എത്ര വരുന്നത്? 1 + 2 എന്ന് പറയുന്നത് 3 എന്ന് വരും. 1ൽ നിന്ന് 3 ഡിസ്റ്റൻസ് അപ്പുറത്ത് 1 + 3 എന്ന് പറയുന്നത് 4 എന്ന് വരും. അതേപോലെ 1ൽ നിന്ന് 2 ഡിസ്റ്റൻസ് ഇപ്പുറത്ത് എത്ര വരും? -1. 1 - 2 എന്ന് എടുക്കാം. 3 ഡിസ്റ്റൻസ് ഇപ്പുറത്ത്, അതായത് 1 - 3, അതായത് -2 എന്ന് എടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ടുള്ള വാല്യൂസ് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ വാല്യൂസ് എന്താന്ന് പറയാം? -2 to -1 യൂണിയൻ 3 to 4 എന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാര്യം പിടിയിട്ടല്ലോ. ഇവിടെ എന്താ നമുക്ക് ചെയ്തതെന്നും, രണ്ട് നമ്പർ വരുമ്പോൾ രണ്ട് ഡിസ്റ്റൻസും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എടുക്കുക, എന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള റീജിയനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. 3 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അന്നേരം നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ 0 ആണ്. ആദ്യത്തെ 3 യൂണിറ്റ്സ് ഇപ്പുറത്ത് അല്ലെ, അടുത്തത് 6 യൂണിറ്റ്സ്, 0ൽ നിന്ന് 6 യൂണിറ്റ്സ് ഇപ്പുറത്ത്. ഇവിടെയും -3ഉം -6ഉം അല്ലെ. ഇതിന് രണ്ടിനെയും ഇടയ്ക്കുള്ള 3ക്കും -6നും ഇടയ്ക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ വരും, ഈ വാല്യൂ വരും. 6 ഇൻക്ലൂഡഡ് ആണോ? അതെ. 3 ഇൻക്ലൂഡഡ് അല്ല, 6 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇവിടെ ഡാർക്ക്നെസ് കാണിക്കും. 3ൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് വെക്കും അല്ലെ. നമ്മളിപ്പോ സൊല്യൂഷൻ എഴുതുവാണെങ്കിൽ എത്രയാണ്? -6 to -3. -6 ഇൻക്ലൂഡഡ്, 3 ഇൻക്ലൂഡഡ് അല്ല. യൂണിയൻ 3 to 6 ഇങ്ങനെ എഴുതാമല്ലോ. 3 to 6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ സൊല്യൂഷൻ പോയിന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയും എന്ത് തന്നെ ചെയ്യും? ആദ്യം നമ്പർ ലൈൻ വരയ്ക്കും. ക്രിട്ടിക്കൽ പോയിന്റ് എത്രയാണ്? -1 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. -1ൽ നിന്ന് ഇവിടെ 0 ഡിസ്റ്റൻസ്, അതായത് -1ൽ തന്നെ ആദ്യത്തെ പോയിന്റ് വരും അല്ലെ. അടുത്തത് -1ൽ നിന്ന് 3 ഡിസ്റ്റൻസ്, അതായത് റൈറ്റ് സൈഡിൽ 3 പോയി കഴിഞ്ഞാൽ ഇവിടെ 2 വരും. ലെഫ്റ്റ് സൈഡിൽ 3 വന്നു കഴിഞ്ഞാൽ -1 -3, അതായത് -4 വരും അല്ലെ. ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്, ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള റീജിയനിൽ ഇത് സാറ്റിസ്ഫൈഡ് ആണല്ലോ. അതായത് ഇതിന്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും വരാം. അതായത് -4നും -2നും ഇടയ്ക്ക്. പക്ഷെ അവിടെ 1 പറ്റുമോ?
1 പറ്റത്തില്ല. കാരണം -1 പറ്റില്ല. -1 വന്നു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. ബട്ട് ഇത് 0 ലെസ് ദാൻ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. പക്ഷെ 3 ആവാൻ പറ്റും അല്ലെ? അപ്പം -4 to 2 അതിൽ നിന്ന് -1 എടുത്ത് കളയണം. കാരണം എന്താ, -1 വന്നു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. ബട്ട് 0 ആകാൻ പറ്റില്ല, ലെസ് ദാൻ 0 എന്നാണ് അല്ലെ? 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ നമുക്ക് -1 ഇതിന്റെ അകത്ത് പെടുത്താമായിരുന്നു. സോ നമുക്ക് വേണ്ടുന്ന എക്സ് ബിലോങ്സ് ടു ഈ റീജിയൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പിടികിട്ടി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് നെഗറ്റീവ് സൈഡ് നമ്പറിലോ ലെസ് ദാൻ ആവാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ടെക്നിക്കലി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, മോഡുലസുമായിട്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യുക. കാരണം അത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ പോയിന്റ് വരയ്ക്കും, ഇതിനെ മാത്രം കൺസിഡർ ചെയ്യുക. 3യെ ഇങ്ങോട്ട് കൺസിഡർ ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്കും 3യെ കൺസിഡർ ചെയ്യും. ഇതിനിടയ്ക്കുള്ള വാല്യൂസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. കാര്യം പിടികിട്ടിയല്ലോ? അതായത് ഇതിന്റെ വാല്യൂ -3ക്കും 3ക്കും ഇടയ്ക്കാണ്. കാരണം എന്താണ്, ഈ മോഡുലസിന് നെഗറ്റീവ് വാല്യൂലോട്ട് എത്താൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം എന്താണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x²/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിന് സ്വാഭാവികമായിട്ട് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ x² നെഗറ്റീവ് ആകുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് എക്സിന് x² അല്ല, ഇതിവിടെ 3 കൊണ്ട് വരുമ്പോ ഇത് 3 ആണേ അല്ലെ? അങ്ങനെയാണെങ്കിൽ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എവിടെ വരെ വരും? അത് -√3യിൽ നിന്ന് √3 വരെ എക്സ് വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് ഷുഡ് ലൈ ബിറ്റ്വീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെയിം ആസ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √3 അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഇതിങ്ങനെ എടുത്താം അല്ലെ? കാരണം √(x²) എന്ന് പറയുന്ന മോഡുലസ് ഓഫ് എക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? അതിൽ നിന്ന് നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്ത് പോകാൻ. കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഓരോ ചോദ്യം എടുത്ത് സമയമെടുത്ത് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. വളരെ നല്ല ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ വളരെ എളുപ്പമായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി 12th പഠിക്കുന്നതാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഇതൊന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർക്ക് വെക്കുക, ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്, സൈൻ ഇൻവേഴ്സ് ഓഫ് എനിത്തിങ് എന്നോ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നോ, കോസ് ഇൻവേഴ്സ് ഓഫ് എനിത്തിങ് എന്ന് വന്നു കഴിഞ്ഞാൽ ഓർക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും മാക്സിമം വാല്യൂ 1 ആണ്. ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എനിത്തിങ് എന്ന് എവിടെങ്കിലും ഒരു ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങ് ഓർക്കുക, ആ എഫ് ഓഫ് എക്സ് -1നും 1നും ഇടയ്ക്ക് ആയിരിക്കണമെന്ന് മാത്രം ഓർക്കുക. എന്നിട്ട് അങ്ങ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഡൊമൈൻ ഓഫ് y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് x²/3 എന്ന് വന്നാൽ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് x²/3 ഷുഡ് ലൈ ബിറ്റ്വീൻ 1 and -1. ഇതിനെ സോൾവ് ചെയ്യുക. അതായത് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമുക്ക് x² നെഗറ്റീവ് പാർട്ടിൽ വരത്തില്ല. അതായത് x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √3. അതായത് എക്സ് ബിലോങ്സ് ടു എവിടെ വരെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, -√3 ടു +√3 വരെ വരാമെന്ന് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ വെച്ചങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡൊമൈൻ ഓഫ് y is equal to cos inverse of modulus of x minus 2. നമുക്ക് cos inverse of a function എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ 2 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതിന് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 0 മാർക്ക് ചെയ്യും. രണ്ട് നമ്പർ 1 വരും, 3 വരുന്ന നമ്പർ വരും. ഇവിടെ -1 വരും, -3 വരും അല്ലെ? ഇതിനിടയ്ക്കും വാല്യൂ പറ്റും, ഇതിനിടയ്ക്കും വാല്യൂ പറ്റും. സോ എക്സ് ബിലോങ്സ് ടു -3 to -1 യൂണിയൻ 1 to 3 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, സോ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചല്ലോ. ബാക്കി എല്ലാ റൂളുകളും ഇൻഇക്വാലിറ്റിയുടെയും വേവ് കർവ് മെത്തേഡിന്റെ എല്ലാ റൂൾസ് എല്ലാം തന്നെ സെയിം ആയിട്ട് തന്നെ വരുന്നതാണ്.
ഓക്കെ, അടുത്തത് ഇപ്പൊ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓർക്കുക, റൂട്ടിനകത്തുള്ളതെല്ലാം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നിട്ടങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇതാണ് റൂട്ടിന്റെ അകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടുവിന്റെ ഡൊമൈൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്കറിയാം റൂട്ടിന്റെ അകത്തുള്ളതെല്ലാം എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടു ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ എങ്ങനെ എഴുതാലോ? ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് -1ഉം 2ഉം ആണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എവിടെ വരെ വരും? -∞ ടു -1 വരെ വരാം. യൂണിയൻ 2 ടു ഇൻഫിനിറ്റി വരെ വരാം. ഇങ്ങനെയാണ് നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കുന്നത്. റൂട്ടുള്ള എന്തിന്റെയും ഡൊമൈൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. കാര്യങ്ങളൊക്കെ പിടികിട്ടി വരുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇനി. ക്വസ്റ്റ്യൻ ഇതാണ്: ഡൊമൈൻ ഓഫ് റൂട്ട് ഓഫ് 2 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 6. ആണോ? ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? റൂട്ടിനകത്തുള്ളതെല്ലാം, അതായത് 2 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 6 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ? അതായത് 2 മോഡ് എക്സ് മൈനസ് 4 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് മോഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. അതായത് എക്സ് 0 കൊടുക്കുക, എക്സ് 2ലും മാർക്ക് ചെയ്യുക, -2ലും മാർക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ കുതിരയ്ക്ക് എത്താൻ പറ്റാത്ത ഭാഗങ്ങൾ, അതായത് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, അതായത് -∞ ടു -2 യൂണിയൻ 2 ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് വരുന്നത് നമുക്ക് ഇവിടെ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഫാന്റാസ്റ്റിക്. ഈ ചോദ്യവും എല്ലാവർക്കും പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി കുറച്ച് നല്ല ചോദ്യങ്ങളുണ്ട്. ഞാൻ എവിടെ വരെ ചെയ്യണമെന്ന്, എന്റെ നോട്ട്സിലുള്ളതിൽ എവിടെ വരെ ചെയ്യണമെന്ന് ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. ഓക്കെ, കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വീഡിയോയിൽ തന്നെ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ഡൊമൈൻ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് മോഡ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് മോഡ് എക്സ്. ഇങ്ങനെ ആണെങ്കിൽ ഇതും റൂട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്? 1 മൈനസ് മോഡ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ, അല്ലെ? ഇതിന് രണ്ടിനെയും മുകളിലും താഴെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം നമുക്ക് വേണ്ടുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. മോഡ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ മോഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? രണ്ട് പ്രാവശ്യം നെഗറ്റീവ് ഉണ്ട്, ഇവിടെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇൻഇക്വാലിറ്റി മാറുന്നില്ല. ഇനി നമ്മൾ ഒരു കാര്യം, ഈ രണ്ട് മോഡ് വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് മോഡ് എക്സിനെ നമ്മൾ ഒരു y എന്നങ്ങ് വിളിക്കും. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം y മൈനസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. അങ്ങനെ നമുക്ക് y-യുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. y-യുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എവിടേക്കാണ് വരുന്നത്? 1ലും 2ലും അല്ലേ? ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അതായത് y ബിലോങ്സ് ടു -∞ ടു 1 പറ്റും, യൂണിയൻ 2 ടു ഇൻഫിനിറ്റി. 2 വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ 0 ആയി പോകും. ഇതല്ലേ y എന്ന് പറയുന്നത് -∞ ടു 1 യൂണിയൻ 2 ടു ഇൻഫിനിറ്റി. അതായത് മോഡുലസ് ഓഫ് എക്സ്, y എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് അല്ലേ? അത് -∞ ടു 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? യൂണിയൻ 2 ടു ഇൻഫിനിറ്റി, അതായത് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നും വന്നു, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും വന്നു. ഇതിന്റെ രണ്ടിന്റെയും സൊല്യൂഷൻസ് നമുക്ക് എഴുതുവാണെങ്കിൽ എന്തൊക്കെയാ? മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 യൂണിയൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാ വന്നത്. ഇതിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് 0ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു -1 ടു 1 എന്ന് പറ്റി. യൂണിയൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 0, 2 ഉണ്ട്, -2 ഉണ്ട്, ഇതിന്റെ അങ്ങേപ്പുറത്തും ഇതിന്റെ ഇങ്ങേപ്പുറത്തുമായിട്ടുള്ള വാല്യൂസ് അല്ലെ? അതായത് ഇവിടെ എത്രയാണ്? -∞ ടു -2 വരെ പറ്റും. പക്ഷെ -2 നമ്മള് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് പറ്റുമോ? ഇല്ല, കാരണം 2 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇവിടെ 0 ആയി പോകും. അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറ്റില്ല. -∞ ടു -2 യൂണിയൻ 2 ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെ? എക്സിന്
എക്സിന്റെ വാല്യൂസ് -∞ to -2 യൂണിയൻ 2 to infinity. സോ ഇൻ ബിറ്റ്വീൻ ഈ വാല്യൂസും അതിൻ്റെ അകത്ത് പറ്റും. എക്സ് ബിലോങ്സ് ടു -1 to 1 പറ്റും. സോ ഇതിന്റെ എല്ലാ യൂണിയൻ, ഈ മൂന്ന് ഇതിന്റെയും യൂണിയൻ ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. നല്ലൊരു ചോദ്യമായിരുന്നു. എല്ലാവരും സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ചിന്തിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫുകളും ഭയങ്കര നന്നായിട്ട് മോഡുലസ് ഫംഗ്ഷനെ കുറിച്ച് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇവിടെ നമ്മൾ ഗ്രാഫുകളും പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് y is equal to മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാലോ. y is equal to മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫ്, ഇത് y is equal to x ഉം y is equal to മൈനസ് ഓഫ് എക്സും. കാരണം എന്താ, ഇവിടെ എക്സ് മൈനസ് വന്നു കഴിഞ്ഞാൽ -(-1) ഇട്ട് അങ്ങ് പോസിറ്റീവ് ആക്കി കളയും. ഈ ആംഗിൾ എന്താണ്, ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള 45 ഡിഗ്രി ആംഗിൾ ആണ്. സോ മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ, മോഡുലസ് ഓഫ് എക്സ് ഇസ് എക്സ് when x is greater than or equal to 0 and it is -x when x is less than 0. ഇതല്ലേ മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് y is equal to മോഡുലസ് ഓഫ് x - 1ന്റെ ഗ്രാഫ് എങ്ങനെയാ? സി, മോഡുലസ് ഓഫ് എക്സിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എവിടെ? 0 അല്ലേ? മോഡുലസ് ഓഫ് x - 0. മോഡുലസ് ഓഫ് x - 1ന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എത്ര? 1ലാണ്. അന്നേരം ഗ്രാഫ് ആ 1ൽ നിന്ന് തുടങ്ങുമെന്ന് നിങ്ങൾ അങ്ങോ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ 1ൽ നിന്ന് ആദ്യം മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സെയിം വി ഷേപ്ഡ് ഗ്രാഫ് 1ൽ നിന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് തുടങ്ങുന്നു. എന്നിട്ട് അതേ വണ്ണിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തതായിട്ട് അങ്ങ് ഓർത്താൽ മതി. 0യിലുള്ള സാധനത്തിനെ കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് 1ലേക്ക് അങ്ങ് എടുത്ത് മാറ്റി. ഈ ആംഗിൾ ഒക്കെ സെയിം ആയിരിക്കും. ഇവിടെയും 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും. അന്നേരം ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? നമുക്കറിയാം ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് x - 1 when x is greater than or equal to the critical point and minus of x - 1, അതായത് 1 - 1 when x is less than 1. അല്ലെ? അതായത് ഇത് 1 - x ന്റെ ഗ്രാഫും ഇത് x - 1ന്റെ ഗ്രാഫും ആണെന്ന് നമുക്ക് കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് y is equal to മോഡുലസ് ഓഫ് x plus 2ന്റെ ഗ്രാഫ്. ഇവിടെ ടേണിംഗ് പോയിന്റ് എത്ര? -2 അല്ലേ? കാരണം ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് വേർ ദിസ് ഹോൾ തിങ് വിൽ ബിക്കം 0. അതായത് x is equal to -2. അറിയാത്തവർക്ക് x plus 2 equal to 0 ഇട്ട് കൊടുക്കുക, x is equal to -2 എന്ന് വരും. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇതിന്റെയും ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും ഒരു ഇത് വരയ്ക്കുക, നോർമൽ ആയിട്ട് തന്നെ ഇത് വരയ്ക്കുക. ഓക്കെ, ഇനി ടേണിംഗ് പോയിന്റ് എവിടെയാ? -2ല്. ആ ടേണിംഗ് പോയിന്റിൽ നിന്ന് ഗ്രാഫ് വരച്ചു തുടങ്ങിയാൽ മതി. വി ഷേപ്ഡ് ഗ്രാഫ് ഇങ്ങനെയും വരുന്നു, അതോടൊപ്പം തന്നെ ഇങ്ങനെയും വീണ്ടും പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഇത് x plus 2 എന്ന് തന്നെ, ഇത് -(x+2), അതായത് -x - 2 എന്നും വരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കണം ഗ്രാഫിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. കാര്യം പിടിയിട്ടുള്ള ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. നമുക്കറിയാം ഇനി ആരെങ്കിലും ഈ ഒരു മോഡുലസ് ഓഫ് x plus 2ന്റെ f of x is equal to മോഡുലസ് ഓഫ് x plus 2ന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കുക. ഡൊമെയിൻ എന്ന് പറയുന്നത് x ആക്സിസിന്റെ വളർച്ച. x ആക്സിസ് എവിടെയൊക്കെ പോകുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നില്ലേ? x ആക്സിസ് കംപ്ലീറ്റ് ആയിട്ട് നീണ്ടു പോകുമ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താണ്? y ആക്സിസ് എങ്ങോട്ട് പോകുന്നു? ഇങ്ങനെ നീണ്ടങ്ങ് പൊക്കോണ്ടിരിക്കുമല്ലോ. എവിടെയെങ്കിലും നീളുന്നുണ്ടോ? ഇല്ല. റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് 0 to ഇൻഫിനിറ്റി വരെ പോകുന്നു. 0 വരുന്നുണ്ട്, അവിടുന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ റേഞ്ച് പോകുന്നുള്ളതായിട്ട് കാണാം. സോ ഡൊമെയിനിന്റെ ഗ്രാഫിക്കൽ മീനിങ് എന്താണ്? എക്സ് ആക്സിസിന്റെ മൂവ്മെന്റ്. റേഞ്ച് എന്ന് പറയുന്ന y ആക്സിസിലുള്ള മൂവ്മെന്റിന്റെ കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡെപ്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ലെറ്റ്സ് ഡിഫൈൻ y is equal to മോഡുലസ് ഓഫ് x - 1 പ്ലസ് മോഡുലസ് ഓഫ് x - 3. ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റിൽ, ഇവിടെ 1ഉം 3ഉം ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരുമ്പോൾ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ൽ ഇതിന്റെ ഡെഫിനിഷൻ വരണം. പിന്നെ ഏതൊക്കെയാണ്? x ക്രിട്ടിക്കൽ പോയിന്റ്സിന് ഇടയ്ക്ക് 1നും 3ക്കും ഇടയ്ക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. പിന്നെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെ 3 പോയിന്റ്സ്
റീജിയനിലല്ലേ നമുക്ക് പഠിക്കണ്ടേ. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇത് പോസിറ്റീവ് ആണ്, അന്നേരം ഓട്ടോമാറ്റിക്കലി ഇതും പോസിറ്റീവ് ആണ്. അന്നേരം ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് x-1 + x-3, അതായത് 2x-4 എന്നാവും ഇതിന്റെ ഡെഫിനിഷൻ. കാര്യം പിടികിട്ടിയല്ലോ. പിന്നെ എക്സ് 3യെക്കാട്ടിലും ചെറുതാകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ട് പോകും. മോഡുലസ് ഓഫ് x-3യുടെ ഡെഫിനിഷൻ 3 - x ആവും. പക്ഷേ ഇത് 1നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്, അന്നേരം മോഡുലസ് ഓഫ് x-1ന്റെ ഡെഫിനിഷൻ എന്താണ്? x-1 എന്ന് വരും. അതായത് ഇത് x-1 + 3 - x എന്ന് വരും. ഇതിന്റെ ടോട്ടൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 എന്ന് വരും. ജസ്റ്റ് 2 എന്നായിരിക്കും ഇതിന്റെ വാല്യൂ. അതേപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഇതും നെഗറ്റീവ് ആകും, ഇതും നെഗറ്റീവ് ആകും. അതായത് 1 - x + 3 - x എന്ന് വരും. അതായത് ഇത് 4 - 2x എന്ന് വരും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡെഫിനേഷൻ എഴുതാനായിട്ടുള്ള കാര്യങ്ങൾ. ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇപ്പൊ ക്വിക്ക് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? റൈറ്റ് മോസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 3 ആണ് റൈറ്റ് മോസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, 1 ആണ് റൈറ്റ് മോസ്റ്റില്. രണ്ടിന്റെയും ഇതങ്ങ് എടുത്ത് മാറ്റുക. ലെഫ്റ്റ് മോസ്റ്റില് എന്താ പറ്റുക? ലെഫ്റ്റ് മോസ്റ്റില് രണ്ടിനെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ഇവിടെ കിട്ടിയതിന്റെ നെഗറ്റീവ് 2x - 4ന്റെ നെഗറ്റീവ് ആണല്ലോ 4 - 2x. സോ ഇവിടെ കിട്ടുന്നതിന്റെ നെഗറ്റീവ് ഓഫ് എഴുതുക. ഇൻ ബിറ്റ്വീൻ എത്രയാണ്? ഡിഫറൻസ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഗ്രേറ്റർ ക്രിട്ടിക്കൽ പോയിന്റ് മൈനസ് സ്മോളർ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. അല്ലെ, ഇവിടെ ഗ്രേറ്റർ ക്രിട്ടിക്കൽ പോയിന്റ് വന്ന 3 ആണ്, സ്മോളർ ക്രിട്ടിക്കൽ പോയിന്റ് വന്ന 1 ആണ്. 3 - 1 2 എന്നായിരിക്കും ഇതിന്റെ ഇടയ്ക്കായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. y = മോഡുലസ് ഓഫ് x + മോഡുലസ് ഓഫ് x-4. നമുക്ക് ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ് ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, ഇവിടെ 0 ആണ് അല്ലെ. നമ്മൾ അന്നേരം ഇതിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വരുമ്പം രണ്ടിനെയും അങ്ങനെ തന്നെ എഴുതുക. അതായത് x-4ഉം x-ഉം, അതായത് 2x-4 എന്ന് വരും അല്ലെ. പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്ക്, അതായത് 0യ്ക്കും 4നും ഇടയ്ക്ക് എന്താ വരുന്നത്? ഗ്രേറ്റർ ക്രിട്ടിക്കൽ പോയിന്റ് മൈനസ് സ്മോളർ ക്രിട്ടിക്കൽ പോയിന്റ്, അതായത് 4 എന്ന് തന്നെ വരും. അടുത്തത് 0യ്ക്ക് താഴെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന എന്ത് വരുന്നത്? ഇതിന്റെ നെഗറ്റീവ് അങ്ങ് എഴുതിയാൽ പോരെ. 2x-4ന്റെ നെഗറ്റീവ്, അതായത് 4 - 2x എന്നങ്ങ് വരും. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആയിട്ട് കാര്യം നമുക്ക് എഴുതാൻ പറ്റിയുള്ളൂ. കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട, നോ ബ്രെയിനർ. കുറെ സമയം സേവ് ചെയ്യാം, ഈസി ആയിട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. കാര്യം കത്തിയെന്ന് പിടികിട്ടുന്നു വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ കത്തും, പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ y = മോഡുലസ് ഓഫ് x-1 + മോഡുലസ് ഓഫ് x-5ന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതും? ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് 1ഉം 5ഉം ആണ്. ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് 5ൽ നിന്ന് ഇപ്പുറത്തോട്ടും ഇതിനിടയ്ക്കുള്ള പോയിന്റ്. അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന രണ്ടിനെയും അങ്ങനെ തന്നെ എഴുതാം. x-5 + x-1, അതായത് 2x-6 എന്ന് വരും. അടുത്തത് 1നെക്കാട്ടിലും ചെറുത് വന്ന് x-നെക്കാട്ടിലും വന്ന് ഇതിന്റെ നെഗറ്റീവ് 2x-6ന്റെ നെഗറ്റീവ് എന്താണ്? 6 - 2x അല്ലേ. അതെ, അതായത് പിന്നെ 1നും 5നും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ലാർജർ ക്രിട്ടിക്കൽ പോയിന്റ് മൈനസ് സ്മോളർ ക്രിട്ടിക്കൽ പോയിന്റ്, അതായത് 4 എന്നങ്ങ് എഴുതും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡെഫിനിഷൻ. പിന്നെ ഇതിൽ കൂടുതൽ ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോ y = x-ന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി വരച്ചതാണ്. y = ഗ്രാഫ് ഇങ്ങനെ 45 ഡിഗ്രി ഉണ്ടാക്കി ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ. ഇത് y = x ആണ് അല്ലെ. അതായത് x 1 വന്നാൽ y വരും. ഇപ്പം y = 2x വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? y = 2x വന്നു കഴിഞ്ഞാൽ x 1 വരുമ്പോൾ y അങ്ങ് 2 ആവും. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ മുകളിലോട്ട് പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലേ അല്ലെ. അപ്പൊ ഇച്ചിരി കൂടെ കൂടി പോകണ്ടേ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കുറച്ചും കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ മുകളിലോട്ടായിട്ട് പോകും. സോ y = 2x ഇങ്ങനെ ആയിട്ട് എക്സ്ട്രീം ചെയ്യാം. y = 3x വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോകും. y = 5x വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോകും. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. സോ ഇത് y = 2x എന്ന് വരയ്ക്കാൻ പറ്റും. y = 3x ഇങ്ങനെ വരും. y = 4x ഇങ്ങനെ വരും. ഇങ്ങനെ കയറി അങ്ങ് പോകും. അങ്ങനെയല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ y = -x ഗ്രാഫ് വരച്ച ഇങ്ങനെ ഇരിക്കുവായിരുന്നു അല്ലെ. y = -x ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 45 ഡിഗ്രി ഉണ്ടാക്കിയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ y = -2x ഗ്രാഫ് വരച്ചാലോ? y = -2x ഗ്രാഫ് വരച്ചാൽ കാര്യം പിടിയിട്ടല്ലോ. കുറച്ചും കൂടെ ഇങ്ങനെ പോകും. y = -2x. -3x ആയാലോ ഇങ്ങനെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കും. കാര്യം പിടിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ y =
ഇപ്പൊ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് y is equal to 2x plus 3യുടെ ഗ്രാഫ് വരയ്ക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആദ്യം y is equal to 2x ന്റെ ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, y is equal to 2x ന്റെ ഗ്രാഫ് നമുക്ക് അങ്ങ് വരയ്ക്കാം. അപ്രോക്സിമേറ്റ് എക്സാക്ട്ലി ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. y is equal to 2x ഇങ്ങനെ പോകുന്ന വെച്ചോ. ഇനിയിപ്പം y is equal to 2x ഇതാണ് അല്ലെ. ഇനി y is equal to 2x plus 3 ആർക്കെങ്കിലും വേണമെന്ന്, അതായത് x 0 വരുമ്പോൾ y 3 വരും. അതായത് ഇതിന് പാരലൽ ആയിട്ട് 3 യൂണിറ്റ് മുകളിലോട്ടാക്കി അങ്ങ് വരച്ചാൽ പോരെ അല്ലെ. y is equal to 2x plus 3 വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ആരെങ്കിലും y is equal to 2x minus 3 എന്ന് പറഞ്ഞാൽ ഈ -3 കൂടെ പോകുന്ന ഇതിന് പാരലൽ ആയിട്ട് വരച്ചു വെച്ചാൽ മതി അല്ലെ. എങ്ങനെ പോകുന്ന സാധനമായിരിക്കും ഗ്രാഫ് ഓഫ് y is equal to 2x minus 3 എന്ന് പറയുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ 2x ന്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x plus 3 മുകളിലോട്ട് എടുക്കുക, 2x minus 3 താഴോട്ട് എടുക്കുക. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ let us draw the graph of modulus of x plus modulus of x minus 2. ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് അങ്ങ് എഴുതാം. ടേണിംഗ് പോയിന്റ്സ് എവിടേക്കാണ് വരുന്നത്? ടേണിംഗ് പോയിന്റ്സ് വരുന്നത് 2ലും 0യിലുമാണ് ടേണിംഗ് പോയിന്റ്സ് വരുന്നത് അല്ലെ. ടേണിംഗ് പോയിന്റ്സ് 2ലും 0യിലും വന്നു. അവിടെ നിങ്ങളൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് ഇനി എന്താ അറിയാവുന്നത്? നമുക്ക് ഇനി ഇപ്പൊ ഗ്രാഫ് വരയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ഇങ്ങനെ തന്നെ വരത്തില്ലേ. എക്സ് പ്ലസ് എക്സ് മൈനസ് 2 2x മൈനസ് 2 എന്ന് വരും. എക്സ് 0യ്ക്കും 2നും ഇടയ്ക്ക് വരുമ്പോ എന്ത് വരുന്നത്? ഹയർ ക്രിട്ടിക്കൽ പോയിന്റ് മൈനസ് ലോവർ ക്രിട്ടിക്കൽ പോയിന്റ്, അതായത് 2 എന്ന് വരും. പിന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോ എന്താണ്? ഇതിന്റെ നെഗറ്റീവ് 2 മൈനസ് 2x എന്നും നമുക്ക് വരുമെന്ന് അറിയാം അല്ലെ. 2 മൈനസ് 2x അല്ലെ. ഇനി നമുക്ക് 2x മൈനസ് 2ന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നതെന്ന് നോക്കാം. 2x മൈനസ് 2 y is equal to 2x ഇങ്ങനെ ഈ 0യിലൂടെ നേരെ ഇങ്ങനെ കയറി പോവായിരിക്കും അല്ലെ. 2x മൈനസ് 2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി വരത്തില്ലേ 2x മൈനസ് 2ന്റെ ഗ്രാഫ് അല്ലെ. സോ 2x മൈനസ് 2ന്റെ ഗ്രാഫ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലെ. സോ ദിസ് ക്യാൻ ബി 2x മൈനസ് 2. അതേപോലെ തന്നെ when x is equal to 2 this will be 2 അല്ലെ. അങ്ങനെയാണെങ്കിൽ 2 മൈനസ് 2x മൈനസ് 2x എന്ന് പറയുന്നത് ഇങ്ങനെ വരും. 2 മൈനസ് 2x എന്ന് പറയുന്നത് കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയിട്ട് എങ്ങനെയാ പോകുന്നത് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്? സംവോട്ട് ഇങ്ങനെ അങ്ങ് പോകത്തില്ലേ അല്ലെ. പിന്നെ ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള റീജിയനിൽ എന്താണ്? y is equal to 2. y is equal to 2 എന്ന് പറയുന്നത് പാരലൽ ടു x ആക്സിസ് ഇങ്ങനെ പോകും. this is y is equal to 2 അല്ലെ. so this is y is equal to 2, this is y is equal to 2x minus 2 and this is 2 minus 2x. നമുക്ക് അന്നേരം ഇതിന്റെ മൊത്തം ഗ്രാഫ് എന്താണ്? ഈ ഭാഗം ഇവിടെ വരെ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്, ഇവിടെ വരെ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്, ഇവിടെ വരെ ഈ ഭാഗമാണ് വേണ്ടത്. നമുക്ക് വേണ്ടുന്ന ഗ്രാഫ് എങ്ങനെയാ? ഇത്രയും കടുപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ ഡൊമെയിൻ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചെന്ന് അറിയാം. നമുക്ക് ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെ മൂവ്മെന്റ് ആണ്. ഡൊമെയിൻ എവിടെ വരെ പോകുന്നുണ്ട്? ഡൊമെയിൻ ഇങ്ങനെ മൊത്തത്തിൽ പോകുന്നുണ്ട്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താണ്? വൈ ആക്സിസിൽ ഇതിന്റെ മൂവ്മെന്റ് എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്? മിനിമം വാല്യൂ 2 ആണ്. 2ൽ നിന്ന് മുകളിലോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതായത് 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഇതിന്റെ റേഞ്ച് എന്ന് മനസ്സിലാക്കാം. സോ ഇങ്ങനെ y is equal to മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2ന്റെ ഡൊമെയിനും റേഞ്ചും എഴുതാനായിട്ട് ഗ്രാഫിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ ഇനി അല്ലെ. ഇതൊരു ബോർഡ് ഷേപ്ഡ് ഗ്രാഫ് അല്ലേ? ഇതൊരു ബോർഡ് ഷേപ്ഡ് ഗ്രാഫ് ആണ്. ഇത് വരുമ്പോ 2 ചേഞ്ചസ് വരുന്നുണ്ട്, 2 മോഡുലസ് വരുമ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇതാണ്: y is equal to മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1ന്റെ ഗ്രാഫ് വരയ്ക്കുക, അതിൽ നിന്ന് ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഗ്രാഫ് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എവിടെയാണ്? 1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അത്രയല്ലേ ഉള്ളൂ. ഇത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് സിംപ്ലി വരുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് എക്സിന് സെയിം ആയിട്ട് ഒരു വി ഷേപ്ഡ് ഗ്രാഫ്
ഇങ്ങനെ അങ്ങ് പോകുന്നു അല്ലെ. ഈ വണ്ണിനും ഇതിന്റെ ഡെഫിനിഷൻ എഴുതുവാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ എക്സ് മൈനസ് വൺ ആണ്, എക്സ് ലെസ് ദാൻ വൺ വന്നു കഴിഞ്ഞാൽ വൺ മൈനസ് എക്സ് ആണ്. അതായത് ഇത് എക്സ് മൈനസ് വണ്ണിന്റെ ഗ്രാഫാണ്, ഇത് വൺ മൈനസ് എക്സിന്റെ ഗ്രാഫാണ്. ഇത്രയല്ലേ ഉള്ളൂ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ്. എക്സ് എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു? ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകല്ലേ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു? ഇവിടെ 0 ആണ് മിനിമം വാല്യൂ, കാരണം y ആക്സിസ് എക്സ് ആക്സിസിൽ വന്ന് മുട്ടി 0-ൽ നിന്നങ്ങ് മുകളിലോട്ട് ഇൻഫിനിറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക. അതായത് റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. 0 to ഇൻഫിനിറ്റി ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, y is equal to modulus of x minus 1 plus modulus of x minus 3 ഗ്രാഫ് വരയ്ക്കാൻ. ഇതിലും നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് വരയ്ക്കുക. സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതങ്ങ് വരയ്ക്കാം. ഓക്കെ, വരച്ചു. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് എവിടെയാന്ന് പറയാം. 1-ലും ഉണ്ട്, 3-ലും ഉണ്ട്. 1-ലും ഉണ്ട്, 3-ലും ഉണ്ട് അല്ലെ. ഇതിന്റെ ഡെഫിനിഷൻ എന്തൊക്കെയാ വരുന്നത്? 2x മൈനസ് 3 4 വരും, വേർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. കാരണം അറിയാലോ, റൈറ്റ് മോസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റിന് അപ്പുറത്തോട്ട് രണ്ടിനെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്ന് ഇതിന്റെ നെഗറ്റീവ്, അതായത് 4 മൈനസ് 2x. പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്ക് എക്സ് 1-നും 3-ക്കും ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ എന്താണ്? 3 മൈനസ് 1 2 എന്ന് വരും അല്ലെ. സോ y വാല്യൂ ഇവിടെ 1 ഇവിടെ 2 വരുവാണെങ്കിൽ y is equal to 2 എന്നായിരിക്കണം. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് y is equal to 2 ആണ് അല്ലെ. ഇതിനപ്പുറത്തോട്ട് എന്താണ് നമുക്കറിയാം, ഈസി ആയിട്ട് തന്നെ അറിയാം, ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും. ഇതിനിപ്പുറത്തോട്ട് എന്തായിരിക്കും? ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും, ബോട്ട് ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. എല്ലാവർക്കും തന്നെ നേരത്തെ എക്സാമ്പിൾ അങ്ങനെ ഇങ്ങനെ രണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ബോട്ട് ഷേപ്പ് കണ്ണു അടച്ചങ്ങ് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ദിസ് ഷുഡ് ബി 2x minus 4, this should be 4 minus 2x, and this is y is equal to 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണല്ലോ, കാരണം y എക്സ് വാല്യൂ ഇങ്ങനെ നീണ്ടു പോവുക. റേഞ്ച് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടെ വരെ? റേഞ്ച് ഇവിടെ y മിനിമം വാല്യൂ 2 ആണ്, 2-ൽ നിന്നങ്ങ് മുകളിലോട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നു. സോ 2 to ഇൻഫിനിറ്റി ആണ് റേഞ്ച് എന്നും പറയുന്നത്. സോ ഗ്രാഫിൽ നിന്ന് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഗ്രാഫ് വരയ്ക്കാം, ഡൊമെയിൻ വരയ്ക്കാം, റേഞ്ച് വരയ്ക്കാം, എല്ലാം ജഗ പുക എന്നും പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾ റൈറ്റ്, ഫാന്റാസ്റ്റിക് എവരിവൺ. ഓക്കെ, സോ നമ്മളിപ്പം ഒരു മോഡുലസ്, 1 മോഡുലസ് വന്നപ്പോൾ ഒറ്റ ചേഞ്ച് വന്നു അല്ലെ, ഇങ്ങനെ വി ഷേപ്ഡ്. 2 മോഡുലസ് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഒരു ചേഞ്ച് വന്നു, പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു 2 ചേഞ്ച്, ഫസ്റ്റ് ചേഞ്ച്, സെക്കൻഡ് ചേഞ്ച്. അതേപോലെ തന്നെ 3 മോഡുലസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക 3 ചേഞ്ചസ് വരും. ഓക്കെ, ആദ്യം ഇങ്ങനെ ഒന്ന് വരും, പിന്നെ ഇങ്ങനെ ഒന്ന് വരും, പിന്നെ ഇങ്ങനെ ഒന്ന് വരും, പിന്നെ ഇങ്ങനെ ഒന്ന് വരും. ഒന്നാമത്തെ ചേഞ്ച്, രണ്ടാമത്തെ ചേഞ്ച്, മൂന്നാമത്തെ ചേഞ്ച്. ഓക്കെ, കുറച്ചും കൂടെ വളഞ്ഞൊരു വള്ളമായി മാറുമെന്ന് ഓർക്കുക. 3 മോഡുലസ് ആദ്യം വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു. ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും 3 വന്ന. 4 വന്നു കഴിഞ്ഞാൽ 4 തവണ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ കാര്യം ഒന്ന് നോക്കാം. y is equal to modulus of x minus 1 plus modulus of x minus 3 plus modulus of x minus 5ന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്ര പോയിന്റുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്? 3 പോയിന്റുകൾ ചെയ്യുന്നുണ്ട്. 5-ല്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 വരുമ്പോൾ ഇതിനെ എല്ലാം അങ്ങനെ തന്നെ എഴുതിയാൽ, അതായത് എക്സ് മൈനസ് 1, എക്സ് മൈനസ് 3, എക്സ് മൈനസ് 5. കാരണം ഇതും പോസിറ്റീവോ ഇതും പോസിറ്റീവോ ഇതും പോസിറ്റീവ് ആവും. അതായത് 3x മൈനസ് 9 എന്ന് വരും അല്ലെ. സോ 3x മൈനസ് 9 എന്ന് വരും ഇതിന്റെ ഡെഫിനിഷൻ. പിന്നെ ഏറ്റവും ചെറുത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഇതിന്റെ നെഗറ്റീവ് 9 മൈനസ് 3x എന്ന് വരും. കാര്യം പിടിയല്ലോ. ഇനി അടുത്ത ചേഞ്ചസ് എവിടെയൊക്കെ വരുന്നത്? എക്സ് നമ്മളിപ്പം നമ്പർ ലൈനിൽ ഇതിനെ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 5 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. ആദ്യം എക്സിന് 5, അടുത്തത് എക്സിനും 3ക്കും ഇടയ്ക്കായിട്ട്, എക്സിനും 3ക്കും അല്ല 3ക്കും 5നും ഇടയ്ക്കായിട്ട്, 3ക്കും 5നും ഇടയ്ക്കായിട്ട് വരുമ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂസ് എങ്ങനെ വരുമെന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ ചോദ്യത്തില്. പിന്നെ എവിടെയാ, പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? അടുത്തത് 3ക്കും 1നും ഇടയ്ക്കായിട്ട് അല്ലെ, 1നും 3ക്കും ഇടയ്ക്കായിട്ട് ഇത് എവിടെ വരുമെന്ന് നോക്കണം നമുക്ക്. ശരിയല്ലേ? ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ഡെഫിനേഷനിൽ 3 ടൈപ്പ് ഓഫ് ഡെഫിനേഷൻസ് ഇങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടി വരിക. ഓക്കെ, അന്നേരം ഇവിടെ 3ക്കും 5നും ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അതായത് ഇതിനെ രണ്ടിനെയും ഇങ്ങനെ തന്നെ എഴുതുക, ഇതിനെ നെഗറ്റീവ് ഓഫ് ഇട്ട് എഴുതാം. അങ്ങനെ ഇപ്പൊ എഴുതുവാണെങ്കിൽ ഇത് x-1 plus x-3 plus 5 minus x നെഗറ്റീവ് ഓഫ് ഇട്ട് നമുക്ക് എഴുതാം. എക്സും മൈനസ് എക്സും പോവും, അതായത് ഇത് x+1 എന്ന് വരും അല്ലെ. ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് x+1 എന്ന് വരും. പിന്നെ അടുത്തത് 1നും 3ക്കും ഇടയ്ക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ 1നും 3ക്കും ഇടയ്ക്ക് നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1നും 3ക്കും ഇടയ്ക്കുള്ള ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 1നും 3ക്കും വരുമ്പോ 3ക്കും ഇടയ്ക്ക് വരുമ്പോ ഇത് നെഗറ്റീവ് ആകും, ഇത് നെഗറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആകും. അതായത് x-1 പ്ലസ് 3 മൈനസ് എക്സ് പ്ലസ് 5 മൈനസ് എക്സ് എന്ന് വരും അല്ലെ. അതായത് ഇതിന്റെ ഡെഫിനേഷൻ എന്താ വരുന്നത്? ഇതും അങ്ങ് വെട്ടിപ്പോവും, മൈനസ് എക്സ് പ്ലസ് 7 എന്ന് വരും അല്ലെ. ഇങ്ങനെയല്ലേ ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്? മൈനസ് എക്സ് പ്ലസ് 7 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ആൻസർ കിട്ടും. കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും തന്നെ കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം സോ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്ന 1, 3, 5. ഓക്കെ, സോ 1ൽ വന്നിട്ടാണ് ആദ്യത്തെ ചേഞ്ച് നമുക്ക് വരുന്നത്. സോ 1ൽ വന്നിട്ട് ആദ്യത്തെ ചേഞ്ച് വന്നു. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ചെറിയ വളവിടാം 1 വരെ. ഇവിടുന്നും അടുത്ത ചേഞ്ച്, പിന്നെ ഇവിടുന്നും വീണ്ടും കയറി പോകുന്നു. ഓക്കെ, ഇവിടുത്തെ ഒരു ചേഞ്ച് കാണിക്കാനായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് വരയ്ക്കാനായിട്ട്. ഓക്കെ, സോ ഇവിടെ വരെ വന്നു, ഈ 1 വരെ വന്നു, പിന്നെ അവിടുന്നും വള്ളം ഇങ്ങനെ കയറി പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വള്ളത്തിന്റെ പേര് 3x-9, ഇത് അതിന്റെ നെഗറ്റീവ് 9 - 3x. ഇവിടെ 3ക്കും 5നും ഇടയ്ക്ക് x+1 എന്ന് വരും, ഇത് -x+7 എന്ന് വരും. അത്രേ ഉള്ളൂ ഈ വള്ളത്തിന്റെ കളി എന്ന് പറയുന്നത്. ഗ്രാഫ് വരച്ചു, കാര്യങ്ങളെല്ലാം പിടികിട്ടി. ഇനി ഇതിന്റെ റേഞ്ച് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ, റേഞ്ച് എവിടുന്ന? മിനിമം വാല്യൂ എവിടെയാ? x=3യിൽ എന്താ വാല്യൂ വരുന്നതെന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുക്കുക, x=3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് 2 ആകും, ഇത് 0 ആകും, ഇത് 2 ആകും, 4 എന്ന് വരും അല്ലെ. അതായത് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 4 to infinity വരെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. റേഞ്ച് എന്ന് പറയുന്നത് 4 to infinity. ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ എക്സ് വാല്യൂസ് എടുക്കുന്നുണ്ടല്ലോ. സോ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ. ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സോ കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും തന്നെ കാര്യം പിടികിട്ടിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ചോദ്യം ഇതാണ്: y is equal to modulus of x plus modulus of x minus 2 plus modulus of x minus 4. ആദ്യം നമുക്ക് ഗ്രാഫ് തന്നെ അങ്ങ് വരയ്ക്കാം. ഈസി ആയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റൂല. ആദ്യമായിട്ട് ഗ്രാഫ് വരച്ച ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ 0 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. നമുക്കറിയാം ഇതിന്റെ വള്ളം ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും എന്ന് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ. സോ അടുത്തത് ഓക്കെ, 1 സെക്കൻഡ്. ആദ്യമേ തന്നെ y വാല്യൂ മിനിമം എത്ര വരും എന്നറിയാനായിട്ട് നമുക്ക് അറിയാം, ഈ 2ലായിരിക്കും മിനിമം y വാല്യൂ വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. സോ ഇത് 2 വരും, ഇത് 0 വരും, ഇത് 2 വരും, അതായത് 4 ആണ് മിനിമം വാല്യൂ. സോ ഇവിടെ y = 4 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ലൈൻ വരുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വളവെടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വളവെടുക്കുന്നു, 4 വരെ, 4ൽ നിന്ന് വീണ്ടും ചേഞ്ച് ചെയ്യുന്നു. ഇവിടുത്തെ ആദ്യത്തെ ചേഞ്ച്, രണ്ടാമത്തെ ചേഞ്ച്, മൂന്നാമത്തെ ചേഞ്ച്. ഈ റൈറ്റ് മോസ്റ്റ് പാർട്ടിൽ എല്ലാം എന്തായിരിക്കും? എല്ലാത്തിനെയും അങ്ങനെ തന്നെ എഴുതുക. അതായത് എക്സിനെ എക്സ് എന്ന് തന്നെ എഴുതുക, ഇതിനെ x-2, ഇതിനെ x-4.
അതായത് 3x മൈനസ് 6 എന്ന് വരും. ഇവിടുത്തെ ഭാഗം നെഗറ്റീവ് ഓഫ് ഇറ്റ്, അതായത് 6 മൈനസ് 3x എന്ന് വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് ആകും അല്ലെ, ഇത് പോസിറ്റീവ് ആകും, ഇതും പോസിറ്റീവ് ആയിട്ട് തന്നെ വരും അല്ലെ. അതായത് 2x മൈനസ് 2 പ്ലസ് 4 മൈനസ് എക്സ് എന്ന് വരുന്ന ഒരു രീതിയിൽ, അതായത് എക്സ് പ്ലസ് 2 എന്ന് വരും അല്ലെ. സോ ഇത് എക്സ് പ്ലസ് 2 ആയിട്ട് നമുക്ക് മനസ്സിലാകും ഈ ഗ്രാഫിന്റെ രീതി എന്ന് പറയുന്നത് അല്ലെ. ഇത് എക്സ് പ്ലസ് 2 ആയിരിക്കണം ഈ ഗ്രാഫിന്റെ രീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതെന്താണെന്ന് പറയുന്നത്, ഇത് നെഗറ്റീവ് ആകും, ഇത് നെഗറ്റീവ് ആകും, ഇത് പോസിറ്റീവ്. അതായത് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് പ്ലസ് 4 മൈനസ് എക്സ്, ഇതും വെട്ടിപ്പോയി 6 മൈനസ് എക്സ് എന്ന് ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതായത് ഇത് 6 മൈനസ് എക്സ് എന്നാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നമുക്ക് ഇതിന്റെ റേഞ്ച് എഴുതാനാണെങ്കിൽ ഇത് 4 ആണ്, 4 തൊട്ട് ഇൻഫിനിറ്റി വരെ റേഞ്ച് വരും. ഡൊമൈൻ എന്ന് പറയുന്ന y എക്സ് ആക്സിസിൽ എത്ര മൂവ് ചെയ്യുന്നു എന്നാവും. ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടുന്നതാണ് അല്ലേ. ഓക്കെ, വണ്ടർഫുൾ. സോ നമ്മൾ മോഡുലസ് ഓഫ് ഇൻഇക്വാലിറ്റിയുടെയും ഗ്രാഫ് ഒക്കെ പെട്ടെന്ന് 3 വരെയുള്ള കേസുകളൊക്കെ അറിഞ്ഞാൽ മതി, അതിൽ കൂടുതലൊന്നും വരത്തില്ല. ഇപ്പൊ എല്ലാം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതാമെന്നും എങ്ങനെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നും എല്ലാവർക്കും പിടികിട്ടിയെന്ന് ഞാൻ നന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ എവിടെയും മിസ്റ്റേക്ക് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ, 6 മൈനസ് എക്സ് തന്നെ. സോ ഇങ്ങനെ വേണം നമ്മൾ 3 കേസസിലോ 2 കേസസിലോ ഒക്കെ സിമ്പിൾ ആയിട്ട് കുറെ ട്രിക്കുകൾ ഞാൻ പഠിപ്പിച്ചു, എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ബോട്ട് ഷേപ്ഡ് ഗ്രാഫ് വരയ്ക്കുക എന്നും അതിന്റെ അകത്ത് നിന്ന് പെട്ടെന്ന് ഡൊമൈൻ റേഞ്ച് എഴുതുക. എല്ലാവരും തലപോയിക്കുന്ന ഒരു പാട്ടാണ്. ഇങ്ങനെ 3 വരുമ്പോഴത്തേക്കും തല പോയിഞ്ഞിരുന്ന ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യുക, പെട്ടെന്ന് ചെയ്തു പോകാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വമ്പൻ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫംഗ്ഷൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് വീണ്ടും കാണും. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒക്കെ കണ്ട് പേടിക്കേണ്ട, ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ അത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയും പഠിക്കുന്നതായിരിക്കും. അപ്പം കാണാം വീണ്ടും. ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.